ഹായ് ഫ്രണ്ട്സ്, എയിം സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതി കുഡ് നോട്ട് ഫൈൻഡ് ദി കറക്റ്റ് ആൻസർ ടു ദ മാത്തമാറ്റിക്സ് പസിൽ ടീച്ചർ ഹാഡ് ഗിവൺ ഇൻ ദ ക്ലാസ്, ബട്ട് ദ പ്രോബ്ലം വാസ് സ്റ്റിൽ ഇൻ ഹെർ മൈൻഡ് ഈവൻ ആഫ്റ്റർ ഷീ റീച്ച്ഡ് ഹോം. Then all of a sudden she got the problem solving strategy and find out the correct answer. To which of the following this can be related? അപ്പോൾ ക്വസ്റ്റ്യൻ ഇത്തിരി ലെങ്തി ആണ് അല്ലേ. ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, ഒബ്സർവേഷൻ ലേണിംഗ്, ഇൻസൈറ്റ് ലേണിംഗ്, റിപ്പീറ്റേറ്റീവ് ലേണിംഗ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. സ്വാതി കുഡിൻ ഫൈൻഡ് ദ കറക്റ്റ് ആൻസർ ടു ദ മാത്തമാറ്റിക്സ് പസിൽ ടീച്ചർ ഹാഡ് ഗിവൺ ഇൻ ദ ക്ലാസ്. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ ഒരു മാത്തമാറ്റിക്സ് പസിൽ സോൾവ് ചെയ്യാൻ കൊടുത്തപ്പോൾ സ്വാതിക്ക് അന്നേരം അതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ സാധിച്ചില്ല. ബട്ട് ദ പ്രോബ്ലം വാസ് സ്റ്റിൽ ഇൻ ഹെർ മൈൻഡ്. എന്നിരുന്നാലും ആ ഒരു പ്രോബ്ലം കുട്ടിയുടെ മൈൻഡിൽ തന്നെ കിടക്കുവാണ്. എപ്പോഴും ഈവൻ ആഫ്റ്റർ ഷീ റീച്ച്ഡ് ഹോം, വീട് എത്തിയ ശേഷവും എന്താണ് കുട്ടിയുടെ മൈൻഡ് ഇത് തന്നെയായിരുന്നു. ദെൻ ഓൾ ഓഫ് എ സഡൻ അങ്ങനെ ഒരു പെട്ടെന്ന് എന്ത് കിട്ടുകയാണ്? ഷീ ഗോട്ട് ദ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി. അങ്ങനെ പെട്ടെന്ന് കുട്ടിക്ക് ആ ഒരു ഐഡിയ ക്ലിക്ക് ആവുകയാണ് അല്ലേ. ദാറ്റ് മീൻസ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി കുട്ടിക്ക് കിട്ടുവാണ്. ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ. അങ്ങനെ കറക്റ്റ് ആൻസറിലേക്ക് കുട്ടി എത്തുവാണ്. ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ദിസ് ക്യാൻ ബി റിലേറ്റ്. അപ്പോൾ നമ്മൾ ഇതിന് ഏതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ഒരു കീ വേർഡ് ഉണ്ട്, സഡൻ. സഡനായിട്ട് നമുക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഏതാണത്? ഇൻസൈറ്റ് ലേണിംഗ് ആണ് അല്ലേ. അപ്പോൾ ഇൻസൈറ്റ് ലേണിംഗുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. ഇവിടെ എന്തെങ്കിലും ട്രയൽ ആൻഡ് എറർ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒബ്സർവേഷൻ ചെയ്തിട്ടാണ് ഒബ്സർവേഷൻ ലേണിംഗിലൂടെയാണ് ഈ ആൻസറിലേക്ക് എത്തുന്നത് കുട്ടി? അതുമല്ല. റിപ്പീറ്റേറ്റീവ് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? അതും ഇല്ല അല്ലേ. സോ ഇവിടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ഹിന്റ് തന്നിട്ടുണ്ട്, സഡൻ അല്ലേ. ഓൾ ഓഫ് എ സഡൻ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മളൊരു കീ പോയിന്റ് ആണ്. അപ്പോൾ ഇൻസൈറ്റ് ലേണിംഗ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ലെങ്തി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ഇതിൽ തന്നെ നമുക്കൊരു ക്ലൂ ഒക്കെ നമുക്ക് കിട്ടും. മനസ്സിലാക്കിയ ശേഷം കറക്റ്റ് ആൻസറിലോട്ട് എത്തുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എൻറ്റൈൽസ് ദാറ്റ് ദ ക്ലാസ് റൂം ഈസ് democratic and there is space given to children for understanding in full control of the teacher who is dictatorial, authoritarian where the teacher dictates and the students follow meekly, free for all with the teacher absent from it. Progressive education എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? എൻറ്റൈൽസ് ദാറ്റ് ദ ക്ലാസ് റൂം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് ആയിരിക്കും. ഡെമോക്രാറ്റിക് ആൻഡ് ദർ ഈസ് എ സ്പേസ് ഗിവൺ ടു ചിൽഡ്രൻ ഫോർ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്താ ചൈൽഡ് സെൻറ്റേർഡ് തന്നെയാണ് അല്ലേ. ചൈൽഡ് സെൻറ്റേർഡ് തന്നെയാണ്. അവിടെ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഡെമോക്രാറ്റിക് ആൻഡ് ദർ ഈസ് സ്പേസ് ഗിവൺ ടു ചിൽഡ്രൻ ഫോർ അണ്ടർസ്റ്റാൻഡിങ്. മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? മേക്സ് ദ സ്റ്റുഡൻറ്റ് പ്രൊഫഷണൽ, മേക്ക് ദ സ്റ്റുഡൻറ്റ് സോഷ്യൽ, ഡസ് നോട്ട് ഗിവ് പ്രാക്ടിക്കൽ നോളജ്, മേക്സ് ദ സ്റ്റുഡൻറ്റ് സ്പിരിച്വൽ. അപ്പോൾ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയുള്ളതാണ്? മേക്ക് ദ സ്റ്റുഡൻറ്റ് സോഷ്യൽ എന്നാണ് അല്ലേ. മേക്ക് ദ സ്റ്റുഡൻറ്റ് സോഷ്യൽ. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് NCF 2005 ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്, ടു മെമ്മറൈസ് ദ ലെസൺസ്, ടു എംഫസൈസ് ഓൺ കാൽക്കുലേഷൻസ്, എംഫസൈസ് ഓൺ ഡിസിപ്ലിൻ. NCF 2005ൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആണ് അല്ലേ. കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ആണ്. അവിടെ റോട്ട് മെമ്മറൈസേഷനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് NCF 2005 ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. സെലക്ട് എ പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഫ്രം ദ ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നതിൽ പെർഫോമൻസ് ടെസ്റ്റ് ഏതാണെന്ന് കണ്ടെത്താനാണ്. റോഷ ഇങ്ക്ബോർഗ് ടെസ്റ്റ്, റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് ടെസ്റ്റ്, അലക്സാണ്ടേഴ്സ് പെസലോങ് ടെസ്റ്റ്, തീമാറ്റിക് അപ്പെർസെപ്ഷൻ ടെസ്റ്റ്. ഇതിലേതാണ് പെർഫോമൻസ് ടെസ്റ്റ് ഓഫ് ഇൻ്റലിജൻസ്? ഇപ്പോൾ ഈ ടെസ്റ്റുകളുടെ പേര് അത് ഏതുമായി ബന്ധപ്പെട്ടതാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് ഇതിൽ മാത്രം നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പെർഫോമൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അലക്സാണ്ടർ പെസലോങ് ടെസ്റ്റ് ആണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ എന്താണെന്ന് നോക്കാം. റോഷ ഇൻക്യുബ്ലോട്ട് ടെസ്റ്റ് എന്തിൻ്റെയാണ്? പേഴ്സണാലിറ്റിയിലാണ്. ദെൻ റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് റീസണിങ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് വേണമെങ്കിൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. ദെൻ അലക്സാണ്ടർ പെസലോങ് ടെസ്റ്റ് അതാണ് പെർഫോമൻസിൻ്റെ. അപ്പോൾ നമ്മൾ ചോദിച്ചത്, നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതാണ്. ദെൻ തീമാറ്റിക് അപ്പെർസെപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയുടെയാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. Santosh, a first standard student, could not be able to answer the following question asked by his class teacher. If we add 3 apples with 2 apples, we will get 5 apples. Then if 2 apples were removed from a set of 5 apples, how many apples will be there?
According to Piaget, the inability to answer such a question by a primary student is due to lack of reversibility, presence of reversibility, lack of object permanence, lack of seriation. Question clear ആയപ്പോൾ question ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സന്തോഷ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. കുഡ് നോട്ട് ഏബിൾ ടു ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആസ്ക്ഡ് ബൈ ഹിസ് ക്ലാസ് ടീച്ചർ. അപ്പോൾ ക്ലാസ് ടീച്ചർ സന്തോഷിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അത് കുട്ടിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായിരുന്നു ക്വസ്റ്റ്യൻ നോക്കാം. If we add 3 apples with 2 apples, we will get 5 apples. അപ്പോൾ 3 ആപ്പിളിൻ്റെ കൂടെ 2 ആപ്പിൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 ആപ്പിൾ കിട്ടുമെന്ന് പറയുകയാണ്. Then if 2 apples were removed from a set of 5, അതിൽ നിന്നും ഒരു 5 ആപ്പിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, 2 ആപ്പിൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആപ്പിൾ ആവും, ഹൗ മെനി ആപ്പിൾസ് വിൽ ബി ദെയർ എന്ന് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതിൻ്റെ ആൻസർ കുട്ടിക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു Piaget, the inability to answer such a question. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, അത് എന്തിൻ്റെ റീസൺ കൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പല വഴിയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് എത്താം. നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് ഇന്ന് പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ഏജ് ഇത്ര ഒരു 5 വയസ്സുള്ള കുട്ടിയെ. അപ്പോൾ 5 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം Piagetയുടെ സ്റ്റേജിൽ ഏത് സ്റ്റേജിൽ വരുന്നതാണ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഏതാണ് ഇതിൽ, ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി ആണ് അല്ലേ. സോ ആൻസർ നമുക്ക് ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി എത്താം. പിന്നെ ഈ നമുക്ക് തന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മാറിയൊക്കെ ചോദിച്ച സമയത്ത് കുട്ടിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റിയില്ല. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ദി ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൂടി പ്രത്യേകം എടുത്ത് തന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വരേണ്ട കാര്യമില്ല. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലുള്ള ഫീച്ചറാണ് ലാക്ക് ഓഫ് റിവേഴ്സിബിലിറ്റി എന്നുള്ളത്. ഇനി അടുത്തത് നോക്കാം. വാട്ട് ഷുഡ് എ ടീച്ചർ ടെൽ ഹെർ സ്റ്റുഡൻസ് ടു എൻകറേജ് ദം ടു ഡു ടാസ്ക് വിത്ത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? കം ഓൺ, ഫിനിഷ് ഇറ്റ് ബിഫോർ ഷി ഡസ്. Why can't you be like him? See, he has done it perfectly. Complete the task fast and get a toffee. Try to do it, you will learn. അപ്പോൾ ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റ്സിൽ അല്ലെങ്കിൽ 4 ഡയലോഗ്സ് പറയുന്നുണ്ട്. ഇതിൽ ഏത് ഡയലോഗ്സ് ആണ് വാട്ട് ഷുഡ് എ ടീച്ചർ ടെൽ ഹെർ സ്റ്റുഡൻസ് ടു എൻകറേജ് ദം ടു ഡു ടാസ്ക് വിത്ത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? അപ്പോൾ കുട്ടികളെ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആക്കാൻ ടീച്ചർക്ക് ഈ പറഞ്ഞതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതായിരിക്കും ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്, ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ കുട്ടിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കുട്ടിക്ക് വിശ്വാസം കൊടുക്കുക അല്ലേ. അപ്പോൾ ദാറ്റ് മീൻസ് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ട്രൈ ടു ഡു ഇറ്റ്, യു വിൽ ലേൺ ഇറ്റ്. നിനക്ക് പറ്റുമെന്ന് പറയുമ്പോഴാണ് കുട്ടിക്ക് അത് ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റ്. അല്ലാതെ നീ വേഗം ചെയ്ത് കഴിഞ്ഞാൽ എന്താ നിനക്ക് ടോഫി തരാം എന്നൊക്കെ പറയുമ്പോൾ ഗിഫ്റ്റിന് വേണ്ടി, ദാറ്റ് മീൻസ് അതൊക്കെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആവുകയാണ്. അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുക, അതൊന്നുമല്ല ചെയ്യേണ്ടത്. ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റ് അവർക്ക് തന്നെ നമ്മളൊരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് ഉള്ളിൽ നിന്ന് അവർക്ക് തോന്നണം. സോ ട്രൈ ടു ഡു ഇറ്റ്, യു വിൽ ലേൺ എന്ന് പറയുമ്പോൾ അതൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. നെക്സ്റ്റ് നോക്കാം. മോട്ടിവേഷൻ ബിഗിൻസ് വിത്ത് നീഡ്സ് എക്സിസ്റ്റ് ഇൻ ഓൾ ഓഫ് us. The need that the student would tend to fulfill first pertains to esteem, physiological, social, self-actualization. അപ്പോൾ നമുക്കറിയാം മോട്ടിവേഷൻ ബിഗിൻസ് വിത്ത് നീഡ്സ്. നമ്മുടെ നീഡിൽ നിന്നാണ് നമുക്ക് മോട്ടിവേഷൻ വരുന്നത്. ദാറ്റ് എക്സിസ്റ്റ് ഇൻ ഓൾ ഓഫ് us, എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. സോ ദ നീഡ് ദാറ്റ് ദ സ്റ്റുഡൻറ്റ് വുഡ് ടെൻ ടു ഫുൾഫിൽ ഫസ്റ്റ്. അപ്പോൾ ഏത് നീഡാണ് ഒരു സ്റ്റുഡൻറ്റിന് ആദ്യം ഫുൾഫിൽ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് നീഡാണ്, ബേസിക് നീഡാണ്. ദാറ്റ് മീൻസ് അവരെ ഫിസിയോളജിക്കൽ നീഡാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ എബ്രഹാം മാസ്ലോയുടെ ഹയറാർക്കി ഓഫ് നീഡിൽ നിന്നാണ്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ് എന്താണ്, ഫിസിയോളജിക്കൽ നീഡാണ്. ഇത് ഫുൾഫിൽ ചെയ്തിരുന്നാൽ മാത്രമേ ഏറ്റവും ഹയസ്റ്റ് നീഡായ സെൽഫ് ആക്ച്വലൈസേഷന് എത്താൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രത്യേകം പറയുന്നുണ്ട് ഫുൾഫിൽ ഫസ്റ്റ്. അപ്പോൾ ഒരു കുട്ടിക്ക് ആദ്യം ഫുൾഫിൽ ചെയ്യേണ്ടത് ഏതാണ്, ഫിസിയോളജിക്കൽ നീഡാണ്. ക്ലിയർ ആയില്ലേ? Next question. In the context of progressive education, the term equal educational opportunity implies that all students should. അപ്പോൾ നമ്മുടെ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ്റെ ഒരു ഐഡിയ പ്രകാരം അല്ലെങ്കിൽ ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ദ ടേം ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എന്തിന് ഉറപ്പ് വരുത്തുന്നു എന്നാ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഷുഡ് എങ്ങനെയായിരിക്കും ബി പ്രൊവൈഡഡ് ആൻ എഡ്യൂക്കേഷൻ ബൈ
using the same methods and materials without any distinction ആണോ? B. provided an education which is most appropriate to them and their future life at work ആണോ? receive equal education irrespective of their caste, creed, color, region and religion. Be allowed to prove their capability after receiving an equal education. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഈക്വൽ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ബി പ്രൊവൈഡഡ് ആൻ എഡ്യൂക്കേഷൻ വിച്ച് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ദം ആൻഡ് ദെയർ ഫ്യൂച്ചർ ലൈഫ് അറ്റ് വർക്ക്. അപ്പോൾ ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റുഡൻറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ആൻ എഡ്യൂക്കേഷൻ വിച്ച് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ദം. അവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കും അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് അവർക്ക് ഒരു ഫ്യൂച്ചറിൽ അല്ലേ അവർക്കത് യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ന കാര്യമാണ് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെയർ ഫ്യൂച്ചർ ലൈഫ് അറ്റ് വർക്ക് എന്നുള്ള കാര്യമാണ്. ഇനി ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് സ്റ്റാർട്ടഡ് മിഡ് ഡേ മീൽ സ്കീം ഫോർ ദി എലമെൻ്ററി സ്കൂൾസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ സപ്പോർട്ട് ദിസ് സ്കീം? അപ്പം നമുക്കറിയാം നമ്മുടെ എന്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിഡ് ഡേ മീൽ സ്കീം എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് നമുക്ക് ഓൾറെഡി ഉള്ള കാര്യമാണ് എലമെൻ്ററി സ്കൂൾസിന്. അപ്പോൾ ഇതിൽ ഏത് തിയറിയാണ് ഈ ഒരു കൺസെപ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ഈ ഒരു സ്കീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ്? അപ്പോൾ കൊഗ്നിറ്റീവ് ആണോ, ഹ്യൂമനിസ്റ്റിക് ആണോ, ബിഹേവിയറിസ്റ്റ് ആണോ, സോഷ്യോ കൾച്ചറൽ ആണോ? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹ്യൂമനിസ്റ്റിക് ആണ്. നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ് എബ്രഹാം മാസ്ലോയുടെ തിയറി വെച്ച് നോക്കുക, നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ബേസിക്കായിട്ട് ഒരു നീഡാണ് ഫിസിയോളജിക്കൽ. അവിടെയാണ് ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. സോ അതൊരു ഹ്യൂമനിസ്റ്റിക് വ്യൂ ആണ്. എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത് ഒരു ഹ്യൂമനിസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു ഹ്യൂമനിസ്റ്റിക് എന്താണ് വ്യൂ പോയിന്റിലാണെന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു തിയറീസ് ഓഫ് മോട്ടിവേഷൻ എ ടീച്ചർ ക്യാൻ എൻഹാൻസ് ലേണിംഗ് ബൈ setting realistic expectation from students, setting uniform standards of expectations, not having any expectations from students, setting extremely high expectation from students. അപ്പോൾ അക്കോർഡിംഗ് ടു തിയറീസ് ഓഫ് മോട്ടിവേഷൻ, അപ്പോൾ നമ്മുടെ മോട്ടിവേഷൻ തിയറീൻ്റെ ബേസിക്കലി ഒരു ടീച്ചർക്ക് എങ്ങനെയാണ് ടീച്ചർ ക്യാൻ എൻഹാൻസ് ലേണിംഗ് ബൈ എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കണം? കുട്ടികളിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ അല്ല, സെറ്റിംഗ് റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ ഫ്രം സ്റ്റുഡൻസ് അല്ലാതെ ഒത്തിരി കൂടുതലൊരു എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു യൂണിഫോം ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഓഫ് എക്സ്പെക്ടേഷനോ സെറ്റ് ചെയ്തിട്ടല്ല, സെറ്റിംഗ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളത് റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ ഫ്രം സ്റ്റുഡൻസ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊണ്ട് പോവാം. എ ടീച്ചർ നെവർ ഗീവ്സ് ആൻസർ ടു ക്വസ്റ്റ്യൻസ് ഹെർസെൽഫ്. ഷീ എൻകറേജസ് ഹെർ സ്റ്റുഡൻസ് ടു സജസ്റ്റ് ആൻസർ, have group discussions and adopt collaborative learning. This approach is based on the principle of setting a good example and being a role model, readiness to learn, active participation, proper organization of instructional material. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ക്ലിയർ ആക്കി മനസ്സിലാക്കുക. എ ടീച്ചർ നെവർ ഗീവ്സ് ആൻസർ ടു ക്വസ്റ്റ്യൻസ് ഹെർസെൽഫ്. അപ്പോൾ ടീച്ചർ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും കൊടുക്കുന്നില്ല, പകരം ഷി എൻകറേജസ് ഹെർ സ്റ്റുഡൻസ് ടു സജസ്റ്റ് ആൻസർ. അപ്പോൾ കുട്ടികളോട് എന്ത് ചെയ്യാണ്? ആൻസർ സജസ്റ്റ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ ഹാവ് ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ഗ്രൂപ്പ് ഡിസ്കഷൻസിന് കുട്ടികളെ വിധേയമാക്കുന്നു. ആൻഡ് അഡോപ്റ്റ് കൊളാബറേറ്റീവ് ലേണിംഗ്. അങ്ങനെ കൊളാബറേറ്റീവ് ലേണിംഗ് പ്രോസസ്സാണ് ടീച്ചർ അഡോപ്റ്റ്, ദാറ്റ് മീൻസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദിസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്? നമുക്ക് എന്ത് പറയാം? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ അതുപോലെ തന്നെ കൊളാബറേറ്റീവ് ലേണിങ്ങിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുട്ടികളെ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ് ആക്കുക എന്ന രീതിയാണ് അല്ലേ? സോ ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ്. Progressive education is associated with which of the following statements? Teachers are the originators of information and authority. Knowledge is generated through direct experience and collaboration. Learning proceeds in a straight way with factual gathering and skill mastery. Examination is norm referenced and external. ഇപ്പോൾ പ്രോഗ്രസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ്. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നോളജ് ഈസ് ജനറേറ്റഡ് ത്രൂ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് കൊളാബറേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ക്യാൻ എ ടീച്ചർ എൻകറേജ് ഹെർ സ്റ്റുഡൻസ് ടു ബി ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ടുവേർഡ്സ് ലേണിംഗ് ഫോർ ദി സേക്ക് ഓഫ് ലേണിംഗ്? അപ്പോൾ ഒരു ടീച്ചർക്ക് എങ്ങനെ തൻ്റെ കുട്ടികളെ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ചെയ്യാം ഫോർ ദി സേക്ക് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കാം. ഓപ്ഷൻസ് നോക്കാം. ബൈ ഇൻഡ്യൂസിങ് ആങ്സൈറ്റി ആൻഡ് ഫിയർ,
by giving competitive tests, by supporting them in setting individual goals and their mastery, by offering tangible rewards such as trophies. അപ്പോൾ എന്താണ് പ്രത്യേകം പറയുന്നുണ്ട്, ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റിവാർഡ്സ് അല്ലെങ്കിൽ എന്തിനും അങ്ങനെയാണെങ്കിൽ അത് എക്സ്ട്രിൻസിക്കലി മോട്ടിവേറ്റ് ആവും. സോ ഇവിടെ ടോഫീസ് യൂസ് ചെയ്യുക എന്നുള്ളത് കറക്റ്റായിട്ട് വരുന്ന കാര്യമല്ല. പിന്നെ കുട്ടികളിൽ ഫിയറും ആങ്സൈറ്റിയും ഇൻഡ്യൂസ് ചെയ്യുക, അത് എങ്ങനെ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റ് ഒരിക്കലും കണക്റ്റ് ആവുന്നില്ല. ബൈ ഗിവിങ് കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകൾ വെക്കുക എന്നുള്ള കാര്യം ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ എന്താണ് കറക്റ്റായിട്ട് വരിക, അവരിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ള കാര്യം, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള കാര്യം. സോ ബൈ സപ്പോർട്ടിങ് ദം ഇൻ സെറ്റിംഗ് ഇൻഡിവിജ്വൽ ഗോൾ ആൻഡ് സപ്പോർട്ടിങ് ഫോർ ദെയർ മാസ്റ്ററി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരിക, ബൈ സപ്പോർട്ടിങ് ദം ഇൻ സെറ്റിംഗ് ഇൻഡിവിജ്വൽ ഗോൾസ് ആൻഡ് ദെയർ മാസ്റ്ററി. നെക്സ്റ്റ് നോക്കാം. Which one of the following is not a reason for the importance of studying child psychology? അപ്പോൾ ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലാത്തത് എന്നാണ് നോട്ട് എ റീസൺ ഫോർ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് സൈക്കോളജി ആണ്. ഇറ്റ് ഹെൽപ്പ് us in giving direction to the child to develop its skills. It makes us understand the causes for particular behaviors of a child in response to situation so that we can guide the child to deal properly with such situation. It helps in understanding why children become deformed after birth. It helps teacher in creating an effective learning environment in the classroom. അപ്പോൾ എന്താണ് നമ്മൾ ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആൻസറിൽ എത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ, ഇറ്റ് ഹെൽപ്പ് us in giving direction to the child to develop its skills. ശരിയാണ്. അപ്പോൾ ചൈൽഡ് സൈക്കോളജിയിലൂടെ കുട്ടികളുടെ ഡെവലപ്മെൻ്റ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതിനനുസരിച്ച് നമുക്കൊരു നല്ലൊരു ഡയറക്ഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ 1 അതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ, ഇറ്റ് മേക്ക് us understand the causes for particular behavior of a child in response to situations so that we can guide the child to deal properly with such situations. അപ്പോൾ ഇത് ചൈൽഡ് സൈക്കോളജിയിലൂടെ നമുക്ക് കുട്ടികളുടെ എന്തെങ്കിലും ബിഹേവിയർ, എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ അവരെ റെസ്പോൺസ് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് റെസ്പോൺസ് ചെയ്യുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് അവരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. അതും കറക്റ്റ് തന്നെയാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് വൈ ചിൽഡ്രൻ ബിക്കം ഡിഫോംഡ് ആഫ്റ്റർ ബർത്ത്. അപ്പോൾ എന്തുകൊണ്ടാണ് ജനിച്ചതിന് ശേഷം ഡിഫോർമേഷൻ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഈ ഒരു ചൈൽഡ് സൈക്കോളജിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. അത് തെറ്റാണ് അല്ലേ. അതും ഇതുമായി നമ്മുടെ ചൈൽഡ് സൈക്കോളജി യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് വൈ ചിൽഡ്രൻ ബിക്കം ഡിഫോംഡ് ആഫ്റ്റർ ബർത്ത് എന്നുള്ളതാണ് ഒരു തെറ്റായ ഒരു റീസൺ എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് നോക്കൂ, ഇറ്റ് ഹെൽപ്സ് ടീച്ചർ ഇൻ ക്രിയേറ്റിംഗ് എൻ എഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ഇൻ ദ ക്ലാസ് റൂം. അതും ശരിയാണ്. അപ്പോൾ നമ്മൾ ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നതിന് മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിലും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക, അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റ് കുട്ടികൾക്ക് കൊടുക്കാൻ, അതൊക്കെ രീതിയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നത്. അതിൽ ഓപ്ഷൻ 3 വരുന്നില്ല. നോട്ട് എ റീസൺ ഫോർ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റഡിങ് ചൈൽഡ് സൈക്കോളജി വരുന്നത് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A student highlights the main points in a chapter, draws a visual representation and poses questions that arise in her mind at the end of the chapter. She is trying to use rote memorization, trying to regulate her own thinking by organization of ideas, trying to use the strategy of maintenance, rehearsal, ensuring observational learning. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കുക. ഒരു കുട്ടി ഹൈലൈറ്റ്സ് ദ മെയിൻ പോയിന്റ്സ് ഇൻ എ ചാപ്റ്റർ, നമ്മൾ ചാപ്റ്ററിൽ വരുന്ന മെയിൻ പോയിന്റ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഡ്രോസ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആൻഡ് പോസസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് അറൈസ് ഇൻ ഹെർ മൈൻഡ്, അപ്പോൾ എന്തൊക്കെ അതുമായി ബന്ധ ക്വസ്റ്റ്യൻസ് എല്ലാം കുട്ടി ചിന്തിക്കുന്നുണ്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ചാപ്റ്റർ. അപ്പോൾ എന്താണ് ചാപ്റ്ററിൻ്റെ അവസാനത്തോടെ കുട്ടി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷീസ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്? സോ ഷീസ് ട്രൈങ് ടു യൂസ് റോട്ട് മെമ്മറൈസേഷൻ ആണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ട്രൈങ് ടു റെഗുലേറ്റ് ഹെർ ഓൺ തിങ്കിങ് ബൈ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് ആണോ, അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഓഫ് മെയിൻറ്റെയിനിങ് റിഹേഴ്സൽ ആണോ, എൻഷുറിങ് ഒബ്സർവേഷണൽ ലേണിംഗ് ആണോ? അപ്പോൾ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടി കറക്റ്റായിട്ട് വിഷ്വൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഐഡിയാസ് എല്ലാം കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ. സോ ഓപ്ഷൻ ബി ആണ് ട്രൈങ് ടു റെഗുലേറ്റ് ഹെർ ഓൺ തിങ്കിങ് ബൈ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് എന്നുള്ളത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്നല്ല 2 വട്ടം വായിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മാത്രം ആൻസർ ചെയ്യണം. കാരണം ഓപ്ഷൻസ് ചിലപ്പോൾ ഏകദേശം ഒരുപോലെ ആൻസർ അതേപോലെ സെയിം ആയിട്ട് തോന്നുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.